ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബത്തെ സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന 4 കാര്യങ്ങളുണ്ട്. എല്ലാ കത്തോലിക്ക കുടുംബങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഭൂതോച്ചാടകനായ ഫാദർ ചാഡ് റിപ്പർഗർ ആണ്. ആധുനിക യുഗത്തിൽ സാത്താൻ കുടുംബങ്ങളെയാണിന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കാനായി അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന. കുടുംബത്തിൽ വളരെ പോസിറ്റീവായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ പ്രാർത്ഥന സഹായകരമാകുമെന്നാണ് അച്ഛൻ പറയുന്നത്. ദിവസത്തിൽ 3 തവണ ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം 6 മണിക്ക്. ഇങ്ങനെ ദിവസത്തിൽ 3 തവണ നമ്മൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുക. സാത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ മാർഗം. എല്ലാ ദിവസവും ഈ ഒരു നിയോഗത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ വ്യാകുല മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് 3ാമത്തെ മാർഗമായി അച്ഛൻ നിർദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നേരിടുന്ന പ്രശ്നങ്ങളെയും മാതാവിന് സമർപ്പിക്കുകയാണ് 4ാമത്തെ മാർഗം. ചുരുക്കത്തിൽ മാതാവിനെ കൂട്ടുപിടിക്കുക, മാതാവിനെ കൂടെ വിളിക്കുക. നരകസർപ്പത്തിന്റെ തല തകർത്ത മാതാവ് സാത്താന്റെ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. വ്യാകുല മാതാവിനോടുള്ള വളരെ ലളിതമായൊരു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓ വ്യാകുല മാതാവേ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നൊമ്പരപ്പെടുന്നു. നിന്റെ പുത്രന്റെ സഹനങ്ങളിൽ പങ്കുചേർന്ന നിനക്ക് എൻ്റെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാകും. എനിക്ക് ആശ്വാസവും ധൈര്യവും നൽകണമേ. നിന്റെ പുത്രന്റെ കാരുണ്യത്താൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ വ്യാകുലതകളും അകറ്റണമേ. ആമേ. ഈ കുഞ്ഞു പ്രാർത്ഥന നമുക്ക് ഇടയ്ക്കൊക്കെ ചൊല്ലാവുന്നതാണ്. ഇനി അക്രൈസ്തവരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ മാലാഖ എന്ന ത്രിസന്ധ്യാ ജപം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ 2 പ്രാർത്ഥനകളും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.